ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് മിസ്ഡ് മിസ്കാരേജ് എന്നുള്ള സംഗതിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. ഇത് എന്നുള്ളത് ഈ പ്രഗ്നൻസി ശരിയായ രീതിയിൽ വളരാത്ത, ഹാർട്ട് ബീറ്റ് വന്നിട്ട് നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് വരാതെ ഇരിക്കുന്ന കണ്ടീഷനെയാണ് മിസ്ഡ് മിസ്കാരേജ് എന്ന് പറയുന്നത്. സാധാരണ മിസ്കാരേജ് സംഭവിക്കുമ്പോൾ ബ്ലീഡിങ്ങും വേദനയും ഒക്കെ വന്നിട്ട് ആ പ്രഗ്നൻസി അങ്ങ് അബോർട്ട് ചെയ്ത് പോകാറാണ് പതിവ്. പക്ഷെ ഈ മിസ്ഡ് മിസ്കാരേജിൽ കുട്ടി ഉള്ളിൽ വളരുന്നുണ്ടാവില്ല, പക്ഷെ ബ്ലീഡിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, പേഷ്യൻ്റ് വിചാരിക്കും പ്രഗ്നൻസി ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കും. പക്ഷേ അത് വളരാത്ത പ്രഗ്നൻസി ആയിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചിലപ്പോൾ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന സിംറ്റംസ്, ഛർദി, ക്ഷീണം, ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ നിന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരു പ്രഗ്നൻസി ഇല്ലാത്ത മാതിരി തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ ഡോക്ടറുടെ അടുത്ത് വരാറ്. അപ്പം അങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ, സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കുട്ടി വളരണില്ല, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു ജസ്റ്റേഷണൽ സാക്ക് മാത്രം ഫോം ആയിട്ടുണ്ട്, എംബ്രിയോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇതിനെ മിസ്ഡ് മിസ്കാരേജ് എന്നുള്ളത് പറയുന്നത്. ആ പ്രഗ്നൻസി ഇനി വളരാനുള്ള സാധ്യത തീരെയില്ല. അപ്പം ഇനി നമുക്ക് ആ പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെക്റ്റഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൽ ചെയ്ത്, ബ്ലീഡിങ് വന്ന് എക്സ്പെൽ ചെയ്ത് പോകും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൽ ആയി എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. സ്കാൻ എല്ലാം ചെയ്തിട്ട് കംപ്ലീറ്റും പോയി എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇത് കംപ്ലീറ്റ് പോകാതെ ഒരു കുറച്ച് ഭാഗം പോവും, കുറച്ച് പോകാതെ ഇരിക്കും. അങ്ങനെയാണെങ്കിലും നമ്മൾ ആ പോകാത്ത ഭാഗങ്ങളെല്ലാം ക്ലീൻ ആക്കാൻ ഡയലറ്റേഷൻ ആൻഡ് ഇവാക്വേഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ചില സന്ദർഭങ്ങളിൽ തീരെ പോകാതെ വരും. അങ്ങനെയാണെങ്കിലും ഡയലറ്റേഷൻ ആൻഡ് ഇവാക്വേഷൻ അണ്ടർ അനസ്തീഷ്യയിൽ ചെയ്യേണ്ടി വരും. പിന്നെ ചില സന്ദർഭങ്ങളിൽ മരുന്നുകൾ കൊടുത്തിട്ട് അത് എക്സ്പെൽ ചെയ്യിക്കാറുമുണ്ട്. ഇത് വരാനുള്ള കാരണങ്ങൾ ആ എംബ്രിയോ ഫോം ആയപ്പോഴുണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്. അത് മിക്കവാറും ക്രോമസോമൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വന്നിട്ട് ഈ മിസ്ഡ് മിസ്കാരേജ് ആകാറുണ്ട്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ, ക്രോണിക് സ്മോക്കറാണ് മദറെങ്കിൽ ഒക്കെ മിസ്ഡ് മിസ്കാരേജ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് റെക്കറൻസ് നെക്സ്റ്റ് പ്രഗ്നൻസിയിലും ഇതേപോലെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മിസ്ഡ് മിസ്കാരേജ് ആയതെന്നുള്ളതിന് മദർക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ എടുത്തിട്ട് നെക്സ്റ്റ് പ്രഗ്നൻസി നല്ല രീതിയിൽ വരാനുള്ള സാധ്യതകൾ നിറയെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മിസ്ഡ് മിസ്കാരേജ് വന്നാൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകൾ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി നല്ലതായിട്ട് വളരാൻ നല്ല സാധ്യതകളുണ്ട്.